ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പിസ്സ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിൽ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ മതി. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു ചെറിയ കഷ്ണം തക്കാളി, പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം മതിയാവും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ചെറിയൊരു പച്ചമണം ഒന്ന് പോയി കിട്ടേ വേണ്ടൂ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നിങ്ങളിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചതച്ച മുളകും പിന്നെ കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ എന്തായാലും അത് ചേർക്കണം. അത് നല്ലൊരു മണം തരുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കുക. നമുക്ക് ഏത് ഷേപ്പിൽ മുറിച്ചാലാണ് വട്ടനെ ഒന്ന് ഏകദേശം ഒരു വട്ടനെ ഒന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിലൊന്ന് മുറിച്ചിട്ട് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ 2 സൈഡും മുട്ടയിൽ മുക്കിയിട്ട് ഈ പാനിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് കരിഞ്ഞ് പോവും. ഒരിക്കലും ഓയിൽ ഒഴിച്ച് കൊടുത്ത വഴിക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഏകദേശം റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ട കുറേശ്ശെ ഗ്യാപ്പിലോടത്തൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് കരിഞ്ഞ് പോവും. ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മെല്ലെ പൊട്ടാതെ പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിർബന്ധമില്ല. ഞാനിതിൻ്റെ സൈഡിലും കൂടി ഇങ്ങനെ ബ്രെഡ് പീസാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടയിൽ മുക്കി തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മുട്ട മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ റൗണ്ടിലൊന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ബാലൻസ് മുട്ടയുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഗ്യാപ്പുകളിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ മുട്ട അതിനനുസരിച്ചിട്ട് ബാലൻസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ വെക്കണം, അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് കരിഞ്ഞ് പോവും. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കും തക്കാളിയും കൂടിയിട്ടുള്ളത് ഇതിൻ്റെ മേലെ ഒന്ന് പരത്തിയിട്ടിട്ട് കൊടുക്കാം. നിങ്ങളിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് അത് ഇട്ട് കൊടുക്കാത്തത്. ഇനി ഞാനിതിൻ്റെ മേലേക്ക് മസാല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തക്കാളിയും ക്യാപ്സിക്കും സവാളയൊക്കെ ഒന്ന് നീളനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സോസ് ബാക്കി ഉണ്ടായിരുന്നത് അത് ഞാൻ ഇതിൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇത് ഓവനിലേക്ക് മാറ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഓവനിൽ വെച്ചത് കൊണ്ട് തന്നെ ചീസൊക്കെ പെട്ടെന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പിസ്സയാണിത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുരുമുളക് പൊടിയും പിന്നെ ചതച്ച മുളകൊക്കെ ഒന്ന് കുറവിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.